നീറ്റ് പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരും തർജ്ജമ ചെയ്യുന്നവരും ലോക്ക്ഡൌണിൽ. ജൂൺ 21-ന് പരീക്ഷ പൂർത്തിയാകുന്നതുവരെ ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയില്ല. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ വേണ്ടിയാണ് ഈ അസാധാരണ നടപടി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഗുഡ് മോർണിംഗ്. പുനഃപരീക്ഷ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അത് അസാധാരണമാണല്ലേ? എത്രത്തോളം നിയന്ത്രണം ഘടിപ്പിച്ചിട്ടുണ്ട്? പൂജ, ഗുഡ് മോർണിംഗ്. ഈ തികച്ചും അസാധാരണമായ നടപടിയാണ് ഇത്തവണ ഈ നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ NDAയും ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചരിത്രത്തിൽ ആദ്യമായി ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നവർക്ക് ലോക്ക്ഡൌണിലാക്കിയിരിക്കുന്നു എന്നതാണ്. ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവർ അത് തർജ്ജിമ ചെയ്യുന്നവർ, അതായത് വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യുന്നവർ, ഇവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നിലവിൽ മാറ്റിയിരിക്കുകയാണ്. ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടുന്നതിന് കർശന നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം സാധാരണക്കാരുമായി അവർക്ക് ബന്ധപ്പെടാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മൊബൈൽ അതുപോലെ തന്നെ ലാപ്ടോപ്പ് എന്നിവ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റർനെറ്റും നിയന്ത്രണങ്ങളോടുകൂടി മാത്രമേ ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. സ്മാർട്ട് വാച്ചുകൾ ഒരു കാരണവശാലും ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവർ താമസിക്കുന്ന സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ ഇവരെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണ് എന്ന് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. പക്ഷേ ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായി സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ചുമതലപ്പെട്ടവർക്ക് മാത്രമേ ആ സ്ഥലത്തേക്ക് ഇപ്പോൾ ആക്സസ് അനുവദിച്ചിട്ടുള്ളൂ. അതായത് അവിടെ പോകാനോ ഇവരുമായി കാണാനോ ഒക്കെ കഴിയുള്ളൂ. അത് പ്രധാനമായും ഉദ്യോഗസ്ഥർക്കൊക്കെ മാത്രമേ കാണാനും ഒക്കെ കഴിയുള്ളൂ. ഈ ജൂൺ 21-ന് പരീക്ഷ സമാപിക്കുന്ന, അതായത് പരീക്ഷ പൂർത്തിയാകുന്നതുവരെ ഇവർ ലോക്ക്ഡൌണിൽ തുടരുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ചോദ്യപേപ്പർ ഇത്തവണ ചോർച്ച തടയുന്നതിന് കർശനമായ വ്യവസ്ഥകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചോദ്യപേപ്പർ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇന്ത്യൻ എയർഫോഴ്സിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് തികച്ചും അസാധാരണമായ രീതിയിൽ ഒരു പക്ഷേ സ്വതന്ത്രരുടെ ചരിത്രത്തിൽ ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരെ ഇങ്ങനെ ലോക്ക്ഡൌണിലേക്ക് മാറ്റുന്നത്. അത്തരം നടപടികൾ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.